എൻ്റെ പേര് സോണി. ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് ആണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ പുതിയ ഒരാളെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. വേറെ ആരുമല്ല, എൻ്റെ വൈഫ്. ഹലോ, എൻ്റെ പേര് സിംലു. ഇന്നത്തെ നമ്മുടെ വീഡിയോ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര കാലം നമ്മൾ ഡിജിറ്റൈസിങ് മാത്രം, എങ്ങനെ സോഫ്റ്റ്വെയർ റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ്, പ്രാക്ടിക്കൽ വീഡിയോസ് ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെ നമുക്കൊരു ബിസിനസ്സിൽ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് വീഡിയോസും സജഷൻസുമാണ്. അപ്പോൾ അതിന് നമ്മൾ ഇപ്പോൾ ഇത്ര കാലം വെറുതെ ഡിജിറ്റൈസ് ചെയ്തു, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറഞ്ഞു, അതിനെക്കുറിച്ച് കുറേ പഠിച്ചു എല്ലാം. പക്ഷെ നമുക്ക് ബിസിനസ്സിൽ വേണമെങ്കിൽ അതെല്ലാം പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ പല സബ്ജക്റ്റുകളുണ്ട് നമ്മുടെ കയ്യിലെങ്കിൽ, ഇന്ന് നമ്മൾ പുതിയതായിട്ട് ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു ഡിസൈൻ വെച്ച് എങ്ങനെ ഓൾ ഓവർ ചെയ്യാം. അതെ അതെ, ഓൾ ഓവർ എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു എംബ്രോയിഡറി ഡിസൈൻ ഉണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ പലരുടെയിലും ഡിസൈൻസ് ഉണ്ട്, ഒരുപാട് പേരുടെ ചെറിയ ചെറിയ ഡിസൈൻസും കാര്യങ്ങളുണ്ട്. പക്ഷെ അതെങ്ങനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഒരു സിമ്പിൾ ഡിസൈൻ ഉണ്ടെങ്കിൽ ഓൾ ഓവർ എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈന് നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ട് മൊത്തത്തിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓൾ ഓവർ സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ നമ്മളത് സ്പ്രെഡ് ചെയ്തിട്ട് ഫുള്ളായി യോക്ക് പീസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡോ അങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സജഷൻസ് ഇപ്പോൾ ആളുടേതായ ഐഡിയയിൽ ഡീറ്റെയിൽ കൂടുതൽ പറയും. എനിക്ക് തോന്നുന്നു ഓൾ ഓവർ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ചൂസ് ചെയ്യുന്നത് ഒരു പ്ലെയിൻ മെറ്റീരിയൽ ആയിരിക്കും, അല്ലേ? പ്ലെയിൻ മെറ്റീരിയലിലാണ് നമുക്കത് ചെയ്തു വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വരാം. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ കുർത്തി, ഇതിൽ ഞാനിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു ക്രോസ് സ്റ്റിച്ചാണ്. ഒരു ഡിസൈൻ വെച്ച് നമ്മൾ എങ്ങനെ ചെയ്തിരിക്കുന്നു എന്നാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഫുള്ളി എംബ്രോയിഡറി ചെയ്ത ഒരു വർക്കാണ് ഇവിടെ കാണുന്നത്. നമ്മളിതൊരു പ്ലെയിൻ തുണിയാണ്. അപ്പോൾ ഓൾ ഓവർ ചെയ്തതിന് ശേഷം, അപ്പോൾ ഓൾ ഓവർ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ സോഫ്റ്റ്വെയറിൽ ചെയ്യേണ്ട ഒരു പാർട്ടുകളുണ്ട്. ഡിസൈൻ കിട്ടി അതിൽ നമ്മൾ അലൈൻ ചെയ്യുന്നു, അതാണ് ഓൾ ഓവർ എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ അതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഫ്റ്റ്വെയർ പാർട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം അത് നമുക്ക് സ്റ്റിച്ചിങ് പാർട്ടിനെ കുറിച്ച് ഇപ്പോൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയുന്നവരായിരിക്കും. സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഞങ്ങൾ കൂടുതൽ പറയണില്ല. പക്ഷെ ഞാൻ കൂടുതലും പറയാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയാം. പക്ഷെ അതിൽ ഒരു ചെറിയ ചെറിയ പൊടിക്കൈകൾ, ഇപ്പൊ നമ്മുടെ കയ്യിൽ എംബ്രോയിഡറി മെഷീനും ഉണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് ചെറിയ ചെറിയൊരു ഡിസൈൻ നമ്മൾ എടുത്ത് ചെയ്യുമ്പോൾ ആ ചുരിദാറിനുള്ള ഒരു മാറ്റം, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞങ്ങള് ട്രെയിനിങ്ങിനായിട്ട് പല സ്ഥലങ്ങളിൽ പോണ ആൾക്കാരാണ്. പക്ഷെ അവിടെ എല്ലാം ചെല്ലുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു പരാതി എന്താന്ന് പറഞ്ഞാൽ, വരുന്ന കസ്റ്റമേഴ്സ് അല്ലെ, അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവർക്കും ഡിഫറെന്റ് ആയിരിക്കും. ഇന്ന് ചെയ്തവരെല്ലാം നാളെ വരുമ്പോ അവർക്ക് ആ മോഡലേ വേണ്ട. അത് ചിലപ്പോൾ നിങ്ങൾ എല്ലാവർക്കും, ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ആ ഒരു, നമ്മള് ഇപ്പോ ഈ ഒരു ചാനലിൽ ഫോക്കസ് ചെയ്യുന്നത് തന്നെ ഓൾറെഡി ഈ ഒരു ബിസിനസ് ആയിട്ട് റിലേറ്റ് ചെയ്ത ആളുകളിലേക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉള്ള ബൊട്ടിക്ക് സാധാരണ സ്റ്റിച്ചിങ് യൂണിറ്റ് നടത്തുന്ന ആൾക്കാർ ഇങ്ങനത്തെ മെഷീൻ വാങ്ങുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അവർ ബിസിനസ്സിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ മെഷീൻ ഉപയോഗിച്ചിട്ട്, എംബ്രോയിഡറി ഉപയോഗിച്ചിട്ട് നമ്മുടെ ബിസിനസ് ശരിക്കും പ്രൊമോട്ട് ചെയ്തിട്ട്, ശരിക്കും നമുക്ക് കോമ്പറ്റ് ചെയ്തിട്ട് വേൾഡിൽ തന്നെ നമുക്ക് നമ്പർ 1 ഡിസൈൻസ് ചെയ്യുന്ന അതേ പാറ്റേണിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞ് അറിയേണ്ടതോ പഠിക്കേണ്ടതോ ഇല്ല. വളരെ സിമ്പിളാണ്. ഏറ്റവും വലിയ സിമ്പിൾ തന്നെയാണ്. നിങ്ങളിപ്പോ കണ്ടില്ലേ, ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ ഇപ്പൊ ഒരു സൈഡിലേക്കാണ് ഞാൻ ഈ ഡിസൈൻ എടുത്തേക്കുന്നത്, അല്ലെ? ഒരു ഫ്ലവർ നിങ്ങൾ നോക്കിയേ, ഈ ഒരു ഡിസൈൻ വെച്ച് നമ്മൾ ഈ ഇത്രയും ഭാഗം ചെയ്തു. അതുകൂടാതെ ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാൽ, നമ്മളിത് മൊത്തത്തിൽ നമ്മളിത് ഓൾ ഓവർ ചെയ്യുമ്പോൾ, കാരണം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ നെക്ക് എന്ന് പറഞ്ഞാൽ ബോട്ട് നെക്കല്ല, എന്നാൽ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും, തയ്ക്കാൻ അറിയുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ കുറച്ചും കൂടി ബോട്ടും അല്ല, എന്നാൽ കുറച്ച് ഇറക്കിയിട്ടുള്ള ഒരു നെക്കും കൂടിയാണ് ഞാനിത് എടുത്തേക്കുന്നത്. അപ്പം ഇത് കട്ട് ചെയ്തപ്പോൾ ഓൾ ഓവർ ആയതുകൊണ്ട് കേട്ടോ, മൊത്തം ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇത് കട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നി, ആ പീസ് എടുത്തിട്ട് നമുക്കൊരു ചെറിയ പോക്കറ്റ്, കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, അത് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ചെറിയൊരു പോക്കറ്റ് പോലെ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഈ പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്ത പീസ് എടുത്ത് നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, എന്ത് കാണുമ്പോഴും നമുക്ക് തോന്നി ഇതൊരു ബുദ്ധിമുട്ടാണ്. അല്ല, നമ്മുടെ കയ്യിൽ മെഷീൻ ഉണ്ട്, നമുക്ക് തയ്ക്കാൻ അറിയുന്നുണ്ടെങ്കിൽ
നമുക്ക് ഒരുപാട് മാജിക് കാണിക്കാം. തീർച്ചയായിട്ടും സിമ്പിൾ. കാരണം ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് എനിക്ക് വേറൊരു കാര്യം കൂടി ഞാൻ ജസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഞാനത് ഡെമ്മിയിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ഫുള്ള് ഡിസ്പ്ലേ ചെയ്യാം. അതിലിപ്പോൾ ജസ്റ്റ് ഈ ഒരു നൂല്, കാരണം നമ്മൾ സാരിയിൽ കെട്ടിടുന്നത് പോലെ നൂല് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു ഹെമ്മിങ് വർക്ക് ചെയ്യാം, കെട്ടിടാം, എന്തെല്ലാം ചെയ്യാമെന്നറിയോ. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നതും തന്നെ എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എനിക്ക് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ, ചെറിയ ചെറിയ പൊടിക്കൈകൾ നമ്മൾ ഈ ചുരിദാറിൽ കാണിക്കുന്ന വിദ്യകൾ, എനിക്കറിയാവുന്ന അറിവുകൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. കാരണം നമ്മൾ രണ്ടുപേരും എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് പേരുടെ ടേസ്റ്റുകൾ കണ്ണൂർ തൊട്ട് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഉള്ള പല യൂണിറ്റുകളിലും നമ്മൾ പോകുന്നുണ്ട്. ട്രെയിനിങ് കൊടുക്കാനും അല്ലാതെയും എല്ലാം നമ്മൾ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിലും ഡിഫറെന്റ് ആണ് ഓരോ ചോയ്സ്. ഇപ്പൊ മലബാർ ഏരിയയിൽ അതെ, മലബാർ ഏരിയയിൽ പോകണമെങ്കിൽ അവർക്ക് ഇപ്പൊ നമുക്കിപ്പോ ഷോളുകളിൽ ഒരുപാട് ഡിസൈൻസ് ചെയ്യാം. കാരണം മലബാർ ഏരിയയിൽ നമ്മൾ ചെല്ലുമ്പോഴാണ് അവർക്കെന്ന് പറഞ്ഞാൽ ഷോളുകൾ ഇല്ലാതെ പറ്റില്ല. മുസ്ലിംസ് ആണ്. നമുക്കെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രശ്നം വരുന്നില്ല. അപ്പൊ അവർക്ക് പറഞ്ഞാൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, കാരണം നിങ്ങൾ ഒരു ചുരിദാറിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഇപ്പൊ ഈ ഒരു ഫ്ലവർ വെച്ച് ഞാൻ ഇതിൽ ഡിസൈൻ ചെയ്തപ്പോൾ ഇതിന്റെ തന്നെ ഫ്ലവർ വെച്ചിട്ട് നമുക്ക് ഷോളിലും ചെയ്യാം. അത്രയും ഭംഗിയാണ്. ഇപ്പൊ ഒരു ഫാമിലി ആയിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെ നമ്മളിപ്പോ 1-2 ബൊട്ടിക്കുകൾ ഇപ്പോ വരുന്ന ഒരു ട്രെൻഡ്, ഫാമിലി ആയിട്ട് ഒരു ബർത്ത്ഡേ ആണ്, അപ്പോ പപ്പയ്ക്കും അമ്മയ്ക്കും കുട്ടിക്കും ഒരേപോലെ വേണം, അപ്പൊ ആ പാറ്റേൺ നമുക്ക് ഷെയർ ചെയ്തിട്ട് ഫ്രോക്കിൽ ചെയ്യാം. അങ്ങനെ ഒരു വെറൈറ്റിയാണ് ഇപ്പൊ. പൊതുവെ ഇപ്പോൾ ഫേസ്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മീഡിയാസ് വന്നേ പിന്നെ എല്ലാവർക്കും വെറൈറ്റി ഡ്രസ്സ് വേണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം ഒരു തവണ ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ പിന്നെ ആ ഫോട്ടോ പിന്നെ അത് പബ്ലിക്കിൽ ഇടാൻ പോലും പറ്റാത്ത ഒരവസ്ഥ. അല്ല, അത് മാത്രമാണ് ഇപ്പൊ എല്ലാവർക്കും അത് തന്നെയാണ്. എല്ലാവരും ഏറ്റവും ആഗ്രഹിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിരിക്കും. ആ റിക്വയർമെന്റ് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ശരിക്കും പറഞ്ഞാൽ താഴോട്ട് പോകും. നമ്മൾ അതിനനുസരിച്ച് പ്രൊമോട്ട് ചെയ്തു പോകണം. അല്ല, നിങ്ങളൊക്കെ തന്നെ ഇപ്പൊ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് അത് തന്നെ ആയിരിക്കുമല്ലോ അല്ലെ. എല്ലാവരും ഇപ്പൊ ഷോപ്പുകൾ നടത്തുന്നവരാവാം, പല രീതിയിൽ വീടുകളിലായാലും ഈവൺ നിങ്ങൾ ഇരുന്ന് തയ്ക്കണവരായാലും നിങ്ങളടുത്ത് വരുന്ന ഒരു കസ്റ്റമർ ഇന്ന് തയ്ച്ചത് എല്ലാവരും നാളെ പറയണേ, നാളെ വരുമ്പോ അവര് ഡിഫറെന്റ് ആയി അല്ലെ. അപ്പൊ അത് നമ്മളെപ്പോഴും മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും. പിന്നെ ഇതില് നമ്മൾ ഒരുപാട് വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. ഒന്നാമത്തെ കാരണം നമ്മൾ സ്റ്റിച്ചിങ് പാർട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ ഇൻക്ലൂഡ് ചെയ്യാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും യൂണിറ്റുകൾ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവരാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ അതിൽ കൂടെ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ആഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം അതിന് യൂട്യൂബിൽ ഒരുപാട് ഇത് അവൈലബിൾ ആണ് വീഡിയോസ്. അല്ല, എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ഇപ്പൊ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രെയിനിങ്ങോ അല്ലാതെയുള്ള എന്തെങ്കിലും ഹെൽപ്പോ സജഷൻസോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ എന്റെ നമ്പർ കൂടാതെ ഞാൻ വൈഫിന്റെ നമ്പർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ വിളിക്കാൻ സാധിക്കുന്നവർക്ക് എന്നെ വിളിക്കാം, അല്ലാത്തവർക്ക് വൈഫിനെ സിംപ്ലിന്റെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതുപോലെയുള്ള നമുക്ക് മാക്സിമം ഗൈഡൻസ് നമുക്ക് തരാൻ സാധിക്കും, ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ ബിസിനസ് നന്നായി പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോവുക. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ കുട്ടികളുടെ ഉടുപ്പ് ഫ്രോക്കുകൾ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അതിൽ നല്ല കാർട്ടൂൺസ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കുക. ഫ്രോക്ക് തയ്ക്കാൻ എല്ലാവരും സിമ്പിളായിട്ട് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ വരെ ഇപ്പോൾ ഫ്രോക്ക് തയ്ക്കുന്നുണ്ട്. പക്ഷെ അതിൽ അല്പം കാർട്ടൂൺസോ കുറച്ച് ഫ്ലവറോ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ആൽഫാബെറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വെറൈറ്റി ആക്കാം. അതുപോലെ ഏത് ഡ്രസ്സിലും അല്പം ഒന്ന് പൊടിക്കൈകളോ അല്പം എംബ്രോയിഡറി ഉണ്ടെങ്കിൽ ഒരു കാലത്തും അസ്തമിക്കുന്ന ഒരു മേഖലയല്ല എംബ്രോയിഡറി. ഏറ്റവും ചെറിയൊരു ഡിസൈൻ മതി തോന്നുന്നു. തീർച്ചയായിട്ടും ഒരുപാട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തതാണ് പലരുടെയും പ്രശ്നം. പലരും മെഷീൻ മുളക്കിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ പുതിയ മോഡൽ ഏതൊക്കെ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും സജസ്റ്റ് ചെയ്യാം, നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് നമുക്ക് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മുടെ മുമ്പിലുണ്ട്, ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. തീർത്താൽ തീരാത്ത അത്രയും വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അത് കാരണം അത്രയ്ക്ക് വലിയൊരു സബ്ജക്റ്റാണിത്. വളരെ നിസ്സാരമായിട്ടാണ് പലരും ഇതിനെ കണ്ടിരിക്കുന്നത്. നമ്മൾ തന്നെ പലയിടത്ത് ചെല്ലുമ്പോഴാണ് ആളുകൾ ഈ മെഷീനിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ, ഈ ആപ്ലിക് വർക്ക് തന്നെ പഠിപ്പിച്ചു കൊടുത്ത പല ആൾക്കാരും ഇപ്പോൾ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് മാത്രം ചെയ്തിട്ട് കുട്ടികളുടെ ഉടുപ്പിലും ആപ്ലിക്കൊക്കെ ചെയ്തിട്ട് അതുപോലെ ചുരിദാറിലൊക്കെ ചെയ്തിട്ട്
അപ്പോൾ ഇതെന്താണെന്ന് പോലും അറിയില്ല. എന്താണ് ആപ്ലിക്ക വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലൊക്കെ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാൻ ഒരുപാട് പേര് അതിനൊക്കെ ഒരുപാട് ഫെസിലിറ്റി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു സബ്ജക്റ്റാണ്. അങ്ങനെ ഒരു കട്ട് വർക്ക് ആപ്ലിക്ക. അപ്പം നമ്മൾ ഇതിലേക്കൊക്കെ നമ്മൾ അറിവില്ലായ്മകൾ മാറ്റിയെടുത്തിട്ട് നിങ്ങൾ മുന്നേറുക. കാരണം ഇനി കോമ്പറ്റ് ചെയ്ത് ബിസിനസ് കൊണ്ടുപോയേ പറ്റൂ, നല്ല രീതിയിൽ കൊണ്ടുപോകണം. നമ്മളെപ്പോലെ നിങ്ങൾക്ക് കിട്ടുന്ന സപ്പോർട്ടുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ തീർച്ചയായും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ഇതിൻ്റെ മറ്റു കാര്യങ്ങളും മറ്റു പാട്ടുകളും ഇതിനോട് ആഡ് ചെയ്തു നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്. ഗുഡ് ബൈ.